ഇന്ന് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ ചുരുക്കത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നോക്കാം ഉള്ളടക്കം. കൊച്ചിയിലെയും പരിസരത്തെയും ഓരോ വീട്ടിലേക്കും ബ്രഹ്മപുരത്തിന്റെ ആഫ്റ്റർ ഷോ. തൃക്കാക്കരയിലൂടെ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് ചെയർപേഴ്സൺ. നഗരസഭാ അംഗങ്ങൾ ബ്രഹ്മപുരത്തേക്കുള്ള വണ്ടികൾ തടയും. 1 വർഷത്തിനുള്ളിൽ പുതിയ പ്ലാന്റ് എന്ന് മന്ത്രി MB രാജേഷ്. മലയാലപ്പുഴയിലെ വാസന്തി മഠത്തിൽ വീണ്ടും മന്ത്രവാദം. പൂട്ടിയിട്ടിരുന്ന 3 പേരെ മോചിപ്പിച്ച് നാട്ടുകാർ. മന്ത്രവാദിയും സഹായിയും മുങ്ങിയെന്ന് പോലീസ്. നഗരം വാട്ടർ മെട്രോയിൽ ആഘോഷിക്കുമ്പോൾ പ്രതിഷേധിച്ച് പശ്ചിമ കൊച്ചി. ചരിത്ര നഗരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ വാട്ടർ മെട്രോ ഇല്ല. സ്ഥലം കൈമാറിയിട്ടും മട്ടാഞ്ചേരിയിൽ ജെട്ടി പണിതില്ല. ഫോർട്ട് കൊച്ചിയിൽ പണി പാതി വഴിയിൽ നിലച്ചു. അജ്ഞാത ജീവിക്ക് പിന്നാലെ തിരുവനന്തപുരം ചെറിയ കൊണ്ണി. കാൽപ്പാടുകളിൽ പരിശോധന നടത്താൻ വനം വകുപ്പ്. സാന്നിധ്യം കരടിയെത്തിയ വെള്ളനാടിന് സമീപം. ഇന്ന് റോഡിൽ പൊലിഞ്ഞത് 8 ജീവൻ. ഈ വർഷത്തെ ആദ്യ 3 മാസം മാത്രം 1000-ലേറെ മരണം. അപകടങ്ങളിലേറെയും ഓടിക്കുന്നവരുടെ അശ്രദ്ധ മൂലം. മാസം തോറും ശരാശരി 300-ലേറെ മരണം. പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിൽ പ്രേക്ഷകർക്ക് സജീവമായി ഇടപെടാം. വാർത്തകൾ ദൃശ്യരൂപത്തിൽ അയക്കുകയും ചെയ്യാം. അതിനുള്ള വാട്സാപ്പ് നമ്പർ ഇനി പറയുന്നതാണ്: 6235968630. ഈ നമ്പറിലേക്ക് വാർത്തകൾ ദൃശ്യരൂപത്തിൽ വാട്സാപ്പ് ചെയ്യാം. തത്സമയം ഈ പരിപാടിയിൽ ജനകീയ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 04842830510. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി പല രീതിയിൽ ചർച്ചയാകുന്നു എന്ന് അറിയുന്നതിൽ 24-ന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പരിപാടിയുടെ ലക്ഷ്യവും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാക്കുക എന്നത് തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം യുവതിയുടെ മുറിവ് തുന്നാതെ വിട്ടത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ വിഷയം KB ഗണേഷ് കുമാർ MLA പൊതുവേദിയിൽ ഉയർത്തി. ആദ്യം അതിലേക്കാണ്. കള്ളം പറഞ്ഞും കാപട്യം കാണിച്ചും രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു കാലമല്ല. മേലാ ശ്രീകണ്ഠനാരായണന്റെ ചാനലിൽ പറയുന്ന പോലെ പൊതുജനം കഴുതയല്ല സാർ എന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയണം. KB ഗണേഷ് കുമാറിന്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ ഞങ്ങൾ അന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സ്വപ്നയെ ഒരിക്കൽ കൂടി സമീപിച്ചു. പരാതി നൽകിയിട്ടും എന്തെങ്കിലും സമാശ്വാസ നീക്കം നടന്നതായി ഒരു വിവരവുമില്ലെന്നാണ് സ്വപ്നയും ഭർത്താവ് സുനിലും പറയുന്നത്. മറ്റൊരാൾക്ക് കൂടി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് പരാതി നൽകിയത്. ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് ജനങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. പാവപ്പെട്ട ഒരു ജനങ്ങൾക്ക് ഇത് വരാനും പാടില്ല. ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാൻ അയാൾ വില ചെയ്യാനത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു എതിരെ വേറെ ഡോക്ടർമാരെല്ലാം കുറ്റക്കാരെ ഞാൻ പറയില്ല. നല്ല ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഡോക്ടർമാരെ നമ്മൾ സംസാരമൊക്കെ നമ്മൾ അസുഖം പോകും. പക്ഷേ ഇയാളെന്ന് പറഞ്ഞാൽ മൃഗത്തിന് തുല്യ മൃഗീയ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. കാര്യം ഇയാൾക്ക് എതിരെ നടപടി ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും ഉണ്ടാവാൻ എന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കേസിൽ ഇതുവരെയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇതുവരെയും ഇടപെടെ ഒന്നും വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതിലെനിക്ക് പ്രയാസമുണ്ട്. എനിക്ക് കഴിഞ്ഞ മാസം 23-ന് ഡോക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അപ്പൻഡിസൈറ്റിസിന് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും വേദന മാറാതെ വന്നപ്പോഴാണ് വേറെ ചികിത്സ തേടിയത്. മുറിവ് തുന്നാതെ വിട്ടു എന്ന് അങ്ങനെയാണ് വ്യക്തമായത്. മെഡിക്കൽ കോളേജിൽ മരുന്നിനും മറ്റും 50,000 രൂപ ചെലവായി. അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് 2 ലക്ഷം രൂപയും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇതേ ഡോക്ടർക്കെതിരെയാണ് KB ഗണേഷ് കുമാർ MLA പരാതി പറഞ്ഞത്. നിയമസഭയിൽ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഷീബയുടെയും തിരുവനന്തപുരത്ത് ദുരനുഭവം നേരിട്ട സ്വപ്നയുടെയും പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായതേയില്ല. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പരാതികൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. പ്രസവം എടുത്തതിൽ വീഴ്ചയുണ്ടായി എന്നാണ് അവണാകുടി സ്വദേശികളായ പ്രജിത്തിന്റെയും ഭാര്യ കാവ്യയുടെയും ആരോപണം. ജൂനിയർ ഡോക്ടറും നഴ്സുമാണ് പ്രസവ സമയത്ത് ലേബർ റൂമിൽ ഉണ്ടായിരുന്നത് എന്നും കുടുംബം ആരോപിക്കുന്നു. അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു.
മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കെത്തിയ ഒരു രോഗിയുടെ വയറ്റിൽ തുണി മറന്നു വച്ചത്. വേദന സഹിക്കവയ്യാതെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് വയറ്റിനുള്ളിൽ തുണിയുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. ഇതേ ജനറൽ ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഗുരുതരമായ ആരോപണം ഉയരുന്നത്. പ്രസവത്തിനെത്തിയ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആവണാങ്കുഴി സ്വദേശിക്കാണ് ദുരനുഭവം ഉണ്ടായത്. മാർച്ച് 27-നാണ് കാവ്യ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വെച്ച ആൺകുട്ടിക്ക് ജന്മം നൽകിയത്. പ്രസവത്തിന് ശേഷം കുഞ്ഞിന്റെ ഇടത് കൈക്ക് പ്രശ്നമുള്ളതായി കണ്ടെത്തി. SAT ആശുപത്രിയിലും തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് കുഞ്ഞിന്റെ ഇടത് കൈക്ക് പൊട്ടലും ഞരമ്പിന് പ്രശ്നമുള്ളതായും കണ്ടെത്തിയത്. ഇത് പ്രസവ സമയത്തുണ്ടായതെന്നാണ് ദമ്പതികൾ ആരോപിക്കുന്നത്. അശ്രദ്ധമായിട്ടാണ് പ്രസവം എടുത്തതെന്ന് കാവ്യ പറഞ്ഞു. ജൂനിയർ ഡോക്ടറും നഴ്സുമാണ് ലേബർ റൂമിലുണ്ടായിരുന്നത്. ശ്രദ്ധയില്ലാതെ വലിച്ചെടുത്തോണ്ട് തന്നെ പറ്റിയതാണ്. ഞങ്ങളെല്ലാവരും ആ ഡോക്ടേഴ്സ് തന്നെ ഞങ്ങളടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തില്ല, ഞങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ്സോ ഇങ്ങനെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൂടാ. അവൻ്റെ ഇടത് കൈ ഇപ്പോൾ വളഞ്ഞാണ് ഇരിക്കുന്നത്, ബാക്കിലോട്ട് കൈ പത്തി വളഞ്ഞ് ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പ്രൈവറ്റായിട്ട് പുറത്ത് പോയി കാണിച്ചപ്പോഴാണ് ഇത്രയും സീരിയസ് പ്രശ്നമാണെന്ന് അറിഞ്ഞത്. തുടർ ചികിത്സയിൽ കുട്ടിയുടെ കൈയുടെ പൊട്ടൽ മാറിയെങ്കിലും ഞരമ്പിന്റെ പ്രശ്നം മാറിയിട്ടില്ല. 36 ദിവസം പ്രായമായ കുട്ടിയുടെ ഇടത് കൈയുടെ ചലനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടു. കൈപ്പത്തി മാത്രമേ അനങ്ങുന്നുള്ളൂവെന്ന് ദമ്പതികൾ പറയുന്നു. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഒരു ശ്രദ്ധയില്ലാതെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണത്. അവിടെ ഇതുപോലെ ഞാൻ അവിടെ ലേബർ റൂമിൽ കിടന്നപ്പോൾ തന്നെ ഒന്നോ രണ്ടോ കേസ് SIT സീരിയസ് ആയിട്ട് വിട്ടു. ഞങ്ങൾ അവിടെ SIT പോയപ്പോഴും നെയ്യാറ്റിൻകര ആശുപത്രിയിലുള്ള ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പം ഉണ്ടായിരുന്ന ഒരാളെ കണ്ടു. അങ്ങനെ അവിടെ ഒരു കെയറോ ശ്രദ്ധയോ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ദമ്പതികളുടെ പരാതിയിന്മേൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാനാണ് വീണ ജോർജിന്റെ നിർദ്ദേശം. അതേസമയം ഇക്കാര്യത്തിൽ ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിടുന്ന രണ്ടാമത്തെ അന്വേഷണമാണ് ഇത്. ഗുരുതരമായ അനാസ്ഥ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. ഏതായാലും ആശുപത്രിയിലേക്ക് പൊതുജനം എത്തുന്നത് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ടാണ്. കേൾക്കാം ആശുപത്രിയെ ആശ്രയിക്കുന്നവർക്ക് പറയാനുള്ളത്. ആ കൊച്ചിൻ്റെ ലൈഫല്ലേ പോകുന്നത്, ആ കൊച്ചിന് എത്രയേ ജീവിതം കടന്നു പോവാനിരിക്കുന്നു. അത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല തന്നെയാണ്. കാരണം പേരൻസിന് എന്ത് വേദനയുള്ള കാര്യമാണ്. ഡോക്ടേഴ്സൊന്നും ഇല്ലാതെ ഇവരെ എങ്കിൽ വീട്ടിൽ തന്നെ പ്രസവം നടത്തിയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ എടുത്തത് തെറ്റ് തന്നെ. ഡോക്ടർ ഇല്ലാതെ സിസ്റ്റർമാർ എടുക്കണമെങ്കിൽ അത് തെറ്റാണ്. ഡോക്ടർ അനുവാദത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടിയുള്ള ആൾക്കാർ അവിടെ ഇല്ലാതിരുന്നെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. ഡോക്ടർമാരുടെ പേര് കേസ് എടുക്കണം, അത്രയാണ്. കുടുംബത്തിന് തന്നെ വളരെ നഷ്ടം സംഭവിക്കുന്നില്ല. അതിന് നടപടി എടുക്കണം. കുഞ്ഞിൻ്റെ കൈ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അവർക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇതിനെതിരെ നല്ല നടപടി എടുക്കണം. തീർച്ചയായിട്ടും നടപടി എടുക്കണം. ഇപ്പോഴെടുത്തില്ലെങ്കിൽ പിന്നെ അത് ആവർത്തിക്കും. നമ്മൾ ഓർക്കുന്നുണ്ട്, ബ്രഹ്മപുരം കത്തിയപ്പോൾ കൊച്ചി നീറിപ്പുകഞ്ഞതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിലെയും പരിസരത്തെയും ഓരോ വീട്ടിലേക്കും ബ്രഹ്മപുരം പുക എത്തുകയാണ്. മാലിന്യ സംസ്കരണം കീറാമുട്ടിയാകാൻ പോകുന്നു എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വാക്പോര് തെളിയിക്കുന്നത്. മാലിന്യം ബ്രഹ്മപുരത്ത് തള്ളാൻ അനുവദിച്ചില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ വണ്ടികൾ അതിർത്തിയിൽ തടയും എന്നാണ് തൃക്കാക്കര നഗരസഭയുടെ പ്രഖ്യാപനം. 1 വർഷം കൊണ്ട് CNG പ്ലാന്റ് നിർമ്മിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രഹ്മപുരത്തേക്ക് ഇനി മറ്റു നഗരസഭകളിൽ നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ മാലിന്യം സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കൊച്ചി കോർപ്പറേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക് മറ്റു നഗരസഭകളിൽ നിന്ന് മാലിന്യ നീക്കം ഇല്ലതാനും. പക്ഷേ തങ്ങൾക്ക് മാലിന്യം ഇനിയും ബ്രഹ്മപുരത്തേക്ക് തന്നെ കൊണ്ടുപോകണമെന്നാണ് തൃക്കാക്കര നഗരസഭ അധികൃതർ പറയുന്നത്. അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ തൃക്കാക്കര നഗരസഭയിലൂടെ പോകുന്ന ബ്രഹ്മപുരത്തേക്കുള്ള കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടികൾ തടയുമെന്നാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ 24നോട് പറഞ്ഞത്. കഴിഞ്ഞ മാസം 30ഓടെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരുന്നത് കൊച്ചി കോർപ്പറേഷൻ
അവസാനിപ്പിച്ചിരുന്നു. മറ്റു നഗരസഭകളും സമീപ പഞ്ചായത്തുകളും പുതുവഴികൾ തേടുമ്പോൾ വഴങ്ങാതെ പ്രതിഷേധ വാളുയർത്തുകയാണ് തൃക്കാക്കര നഗരസഭ. തങ്ങളുടെ മാലിന്യം സംസ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഇനി ബ്രഹ്മപുരത്തേക്ക് മാലിന്യവുമായി തൃക്കാക്കര നഗരസഭ വഴി പോകില്ലെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൗൺസിൽ കൂടിയായിരുന്നു. അപ്പോൾ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതിന് നമുക്ക് ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക് കോർപ്പറേഷൻ്റെ വണ്ടി പോകുമ്പോൾ എന്തുകൊണ്ടിട്ട് നമ്മളോട് തടുത്തുകൂടാന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ സമരം മാർഗം എന്ന് മുതലാണ് അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്? നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 10-ാം തീയതി വരെ ഞങ്ങൾ കാക്കും. നിലവിൽ കിലോയ്ക്ക് 10 രൂപ 30 പൈസ നിരക്കിലായിരുന്നു തൃക്കാക്കര നഗരസഭയിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് കൊച്ചി കോർപ്പറേഷൻ ജൈവ മാലിന്യം സ്വീകരിച്ചിരുന്നത്. സർക്കാർ മറ്റേതെങ്കിലും സ്ഥലം മാലിന്യ സംസ്കരണത്തിന് കണ്ടെത്തിത്തരണമെന്നും ഉറവിട മാലിന്യ സംസ്കരണം തൃക്കാക്കരയിൽ പ്രായോഗികമല്ലെന്നും നഗരസഭാ ഭരണക്കാർ പറയുന്നു. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ തൃക്കാക്കര ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുക. ഞങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെർ കിലോക്ക് 10 രൂപ 80 പൈസ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട 5 ഏക്കർ സ്ഥലം തരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. എന്നാൽ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടി തടയാൻ തങ്ങളില്ലെന്ന നഗരസഭയിലെ LDF കൗൺസിലർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാലിന്യം ഉറവിടത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി തനതായിട്ട് സ്ഥലങ്ങൾ മേടിച്ച് അവിടെ നല്ലൊരു പ്ലാൻ രൂപീകരിച്ചിട്ട് അവിടെ തന്നെ ഉറവിട മാലിന്യത്തിനുള്ള പണിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഇന്നേ വരെ ചെയ്തിട്ടില്ല, അതിനൊരു മുൻകൈ എടുത്തിട്ടില്ല. ഈ മാസം 10-ാം തീയതി കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടി അതിർത്തിയിൽ തടയാനാണ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. അതിനിടെ വിഷയത്തിന് ശാശ്വത പരിഹാരമായി BPCL-ുമായി സഹകരിച്ച CNG പ്ലാന്റ് നിർമ്മിക്കുമെന്ന് മന്ത്രി MB രാജേഷിന്റെ പ്രഖ്യാപനം. കൊച്ചിയിലൊരു CNG പ്ലാന്റ് നിർമ്മിക്കുന്നതിന് തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. പ്ലാന്റ് BPCL അതിൻ്റെ ചെലവ് വഹിക്കും. മാത്രമല്ല അതിൻ്റെ ആവർത്തന ചെലവും നടത്തിപ്പിൻ്റെ ചെലവും BPCL തന്നെ വഹിക്കുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. തത്വത്തിൽ അക്കാര്യത്തിൽ ധാരണയായി. ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 1 കൊല്ലത്തിനകം പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് BPCL അറിയിച്ചിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യ വണ്ടികൾ തൃക്കാക്കര നഗരസഭാ ഭരണക്കാർ തടഞ്ഞാൽ ബ്രഹ്മപുരം ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും വഴിമാറും. ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലും മാലിന്യ സംസ്കരണത്തിന് പുതുവഴികൾ തേടിയില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനാകട്ടെ, തൃക്കാക്കര നഗരസഭയാകട്ടെ, ആലുവ മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാവർക്കും അതൊരു കീറാമുട്ടി തന്നെയാണ്. അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നഗര ഭരണാധികാരികൾ ചെയ്യേണ്ടത്. അതിനുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യം എന്തു ചെയ്യും എന്നറിയാതെ കറങ്ങുന്ന കൊച്ചിക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. 3 തട്ടുള്ള ബോക്സ് കൊടുത്തിട്ട് അതിൽ സംസാരിക്കാൻ ഉള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് മാന്യമായിട്ട് ചെയ്യുന്നുണ്ട് തോന്നണ്. ഇപ്പോൾ ഒരു പുതിയ ഒരു ബിന്ന് മാലിന്യ സംസ്കരണത്തിന് ഇപ്പോൾ 180 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലാസ്റ്റിക് വീട് സെപ്പറേറ്റ് ആണ് ചെയ്യണത്. ഇവർ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നണ്. കൂടിയാലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുക, അല്ലാതെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. എന്നാണെങ്കിലും മാലിന്യം, ഇങ്ങനൊരു സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് മാലിന്യം ഉണ്ടാവും. മാലിന്യം അത് സംസ്കരിക്കാനുള്ളൊരു മാർഗം കണ്ടേ പറ്റും. ഇവിടെ ഉള്ളവരെടുക്കണം, അല്ലാണ്ട് പിന്നെ എന്ത് ഇവിടെ ഈ മണമൊക്കെ വരുന്നത് ഇവിടെ ഉള്ളവർക്കല്ലേ. പുറത്തുനിന്ന് കൊണ്ട സാധനത്തിൻ്റെ ഒക്കെ എല്ലാ മണവും എല്ലാം വരുന്നത് ഇവിടെ ഉള്ളവർക്ക്. അതിന് ഇവിടെ ഉള്ളവരെടുക്കൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ മഴക്കാലം വരുന്നതുകൊണ്ട് മാലിന്യം നമ്മൾ സംസ്കരിച്ചേ പറ്റത്തുള്ളൂ. പൊതുവേ അത് ഞങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് മാലിന്യം. കോർപ്പറേഷന് കഴിയണമല്ലോ, നഗരസഭയ്ക്കും കഴിയണം. അവർ എത്ര കൊല്ലങ്ങളായി ഇത് ഇങ്ങനെ ഈ മാലിന്യത്തിൻ്റെ പ്രശ്നം നടക്കണം. അത് ഇവർ അതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഉറവിടത്തിൽ സംസാരിക്കുന്ന ഇപ്പോൾ ചെറിയ ഫ്ലാറ്റുകളിലൊന്നും അത് മണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ 2-3 പേര് സംസാരിച്ച് അവരുടെ വീട്ടിൽ ഈ ബക്കറ്റും സാധനവും കൊണ്ടുവന്ന് വെച്ചിട്ട് ഉറവിടം അവിടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയണം. ഈ വാർത്ത നമ്മൾ നൽകുമ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. പ്ലാന്റ് വന്നാലും വന്നില്ലെങ്കിലും കമ്മീഷൻ വേണ്ടിവരുന്ന സാഹചര്യമുണ്ട്. പ്ലാന്റ് നിർമ്മാണവും നമ്മുടെ ആളുകളായിരിക്കും, കോടുകൾ അടിച്ചു മാറ്റാം. ഇങ്ങനെ ഒരു പൊതുബോധം ഇത്തരത്തിലൊരു വാർത്ത നൽകുമ്പോൾ ആളുകൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട്. യൂട്യൂബിൽ അത് കമൻറ്റുകളുമായും വരുന്നുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല, മലയാളപ്പുഴയിലെ വാസന്തി മഠത്തിലെ
മന്ത്രവാദത്തെക്കുറിച്ച് 24 നൽകിയ വാർത്ത. അന്ന് ആ വാർത്തയെ തുടർന്ന് നാട്ടുകാർ കേന്ദ്രം തല്ലിപ്പൊളിക്കുകയും പോലീസ് നടത്തിപ്പുകാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജയിൽ മോചിതയായ മന്ത്രവാദി ശോഭന പൂർവാധികം ഭംഗിയായി മന്ത്രവാദം തുടരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇന്ന് വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരുന്ന പത്തനാപുരം സ്വദേശികളായ 3 പേരെ പൊതുജനമാണ് മോചിപ്പിച്ചത്. ആ റിപ്പോർട്ടിലേക്ക്. 7 മാസം മുമ്പാണ് 24 വാർത്തയെ തുടർന്ന് വാസന്തി മഠമെന്ന ഈ ദുർമന്ത്രവാദ കേന്ദ്രം ആദ്യം നാട്ടുകാർ തല്ലിത്തകർക്കുകയും വാസന്തി മഠത്തിലെ മന്ത്രവാദിനിയെ ജയിലിലാക്കുകയും ചെയ്തത്. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ നാട്ടുകാർക്കെതിരെയാണ് വാസന്തി മഠത്തിലെ മന്ത്രവാദിനി കേസ് കൊടുത്തത്. പിന്നീട് നാട്ടുകാർ ഓരോരുത്തരും കേസിലെ പ്രതിയായി. മന്ത്രവാദിനി നിർബാധം തന്നെ തൻ്റെ പണികൾ ഇവിടെ തുടർന്നു. ഒരു നാടിനാകെ ഭീഷണിയായിരുന്നു ശോഭന എന്ന ദുർമന്ത്രവാദിനി. കുട്ടികളെ ഉപയോഗിച്ചു പോലും ദുർമന്ത്രവാദം ചെയ്തിരുന്ന ശോഭനയ്ക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയാണ് മലയാലപ്പുഴ പോലീസ് മുൻപ് ചെയ്തത്. ശോഭനയുടെ വീടിന് ചുറ്റുമുള്ള നിരവധി ചെറുപ്പക്കാരാണ് ഇപ്പോൾ കേസിലെ പ്രതികൾ. പോലീസ് നൽകിയ ധൈര്യത്തിലാണ് വീണ്ടും മന്ത്രവാദിനി ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പത്തനാപുരം സ്വദേശികളായ 3 പേരെയാണ് വീട്ടിൽ പൂട്ടിയിട്ടത്. ഇന്ന് രാത്രി ഇവരെ കൊന്ന് ഇറച്ചി ഇലയിലാക്കി പൂജ നടത്തുമെന്നായിരുന്നു ശോഭനയുടെ ഭീഷണി. എന്നും അടിയുണ്ട്, എന്നും അടിയും വഴക്കും എല്ലാം ഉണ്ട്, ഉപദ്രവം എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇന്നത്തെ ദിവസം പറഞ്ഞ് ഇവരിന്ന് കണ്ടിച്ചാലേ വെക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഭയമായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാവരും കടന്നു വന്നത് എങ്ങനെ അറിഞ്ഞെന്ന് ഞങ്ങൾക്ക് പോണില്ല. ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവരുടെ കൂടെ ഉണ്ട്. ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് പ്രശ്നമായത്. ഇന്ന് അത് കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവർ ബഹളം വെച്ച് ആളുകളെ കൂട്ടി ഞങ്ങളൊക്കെ വരുമായിരുന്നു. വീട്ടിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കരച്ചിൽ കേട്ട നാട്ടുകാരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാതിൽ ചവിട്ടി തുറന്ന് ഇവർ 3 പേരെയും രക്ഷിച്ചു. പതിവ് പോലെ സ്ഥലത്തു നിന്ന് മുങ്ങിയ ശോഭനയെ പോലീസിന് കണ്ടുപിടിക്കാനും ആയിട്ടില്ല. ഇത്തവണയും പോലീസ് സഹായത്തോടെ ശോഭന രക്ഷപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻ അനുഭവമാണ് നാട്ടുകാരെ കൊണ്ടത് പറയിച്ചത്. ഇന്ന് രാവിലെ ഞങ്ങൾ 2 പേരെ അടിച്ചായിരുന്നു. ഹസ്ബൻഡ് ഫോൺ ചെയ്ത് ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചുകൊണ്ട് പറഞ്ഞ് പറയടി ഞാൻ പറഞ്ഞ പോലെ പൈസ എടുത്ത് എൻ്റെയും മാമൻ്റെയും പ്രമാണം എടുത്ത് പൈസ തന്നിട്ട് ഇവിടുന്ന് നിന്നെ ഒക്കെ ഇറക്കിക്കൊണ്ട് പോടി, അല്ല ആമ്പിള്ളേരെ മൊത്തം വീട്ടിൽ കയറ്റി നിന്റെ കുഞ്ഞിനെ നിന്റെ തള്ളയ്ക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പറയടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ പറയുമെന്ന് പറഞ്ഞപ്പോൾ പറയടി എന്ന് പറഞ്ഞ് എന്നെ അടിച്ച് അമ്മയും രാവിലെ അടിച്ച്. ജാമ്യ വ്യവസ്ഥകൾ പോലും ലംഘിച്ചാണ് ശോഭന മലയാലപ്പുഴയിലെ വാസന്തി മഠത്തിൽ വീണ്ടും മന്ത്രവാദം ആരംഭിച്ചത്. രേഖാമൂലമല്ലാതെ ഇക്കാര്യം അറിയിച്ചിട്ടും പോലീസ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇതെല്ലാം ശോഭന എന്ന ദുർമന്ത്രവാദിനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. 7 വയസ്സുള്ള പെൺകുട്ടിയടക്കമാണ് വീട്ടിനുള്ളിൽ ശോഭന പൂട്ടിയിട്ടത്. മുറ്റത്ത് വരച്ച കളം ശോഭന വീണ്ടും മന്ത്രവാദം ചെയ്തിരുന്നുവെന്നതിന്റെ തെളിവാണ്. നാട്ടുകാർ ഇത്തരം തെളിവുകൾ പോലീസിന് നൽകിയിരുന്നു. മലയാലപ്പുഴ പോലീസിന് അതൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് മാത്രം. ഇത്തവണയെങ്കിലും ശോഭനയെ പോലീസ് കൃത്യമായ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ മന്ത്രവാദം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. വാസന്തി മഠത്തിന് സമീപത്തുള്ളവർക്ക് പറയാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. അവരുടെ ഹസ്ബൻഡ് വരുന്നില്ല. വരാതായി കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർക്ക് സംശയമായി. അങ്ങനെ ഇവിടുന്ന് ഭയങ്കര തെറിവിളിയും ഭയങ്കര പൂജയുടെ ഇതൊക്കെ സൗണ്ട് കേട്ടോണ്ട് ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായി വീണ്ടും ഇവിടെ ഇതുപോലെ പ്രവർത്തനം തുടങ്ങിയെന്ന്. ഇത് പൂട്ടണം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ശ്വാസത്തിലുള്ളൊരു ആഗ്രഹം. കാരണം പല പ്രാവശ്യത്തെ ആയില്ലേ ഇപ്പം. ഇതിന് ഇത്ര എതിർത്തിട്ടും നിരപരാധികളുടെ പേര് കേസെടുക്കുന്ന അല്ലാതെ ഇത് പൂട്ടുന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് പൂട്ടണം. ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു മാറ്റുക. ഈ ഒരു മഠം അടച്ചു പൂട്ടുക. ഈ ഒരു മഠം അടച്ചു പൂട്ടുക. ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കും. 2-3 പ്രാവശ്യം കൊണ്ട് ഇതിങ്ങനെ പ്രശ്നങ്ങൾ നടക്കണം. പക്ഷേ ഇതുവരെയും ഒരു നടപടി എടുക്കാറായില്ല. കാരണം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ആയാലും സ്ത്രീകളായാലും ഇതുപോലെ ഇതിനകത്ത് പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രതികരിച്ചവരെ എല്ലാം പ്രതികളാക്കി കേസെടുത്തിട്ടുള്ളതല്ലാതെ ഇന്നുവരെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല. പ്രതികരിക്കണം. സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്രേക്ഷക ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. കാട്ടാക്കടയിൽ നിന്നാണ് സുമിയാണ് ടെലിഫോണിൽ എത്തുന്നത്. സുമി, നമസ്കാരം. പറയൂ, എന്താണ് പ്രശ്നം? ഹലോ, പറഞ്ഞോളൂ. ഞാനിവിടെ കാട്ടാക്കടയിൽ നിന്നാണ് സാർ. പറഞ്ഞോളൂ. പൂവച്ചൽ പഞ്ചായത്തിൽ പൊന്നടുത്തുവഴി വാർഡ് പറക്കാണി ആദിവാസി കോളനിയാണ്. ഇവിടെ കുടിവെള്ളത്തിന് ഒരു സൗകര്യമില്ല സാർ. ഈ കുഴികളുടെ വേസ്റ്റ് വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത് മഴ സമയത്ത്. പാറക്കിടയിൽ നിന്ന് വരുന്ന വെള്ളം.
ഇവിടെ പലതവണ ചികിത്സ കിട്ടാതെ പലരും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം വഴി സൗകര്യമൊന്നുമില്ല ഞങ്ങൾക്കിവിടെ. പലതവണ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതാണ് പിന്നെ മാധ്യമത്തെ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഏത് പഞ്ചായത്താണ് സുമി? പൊന്നെടുത്താങ്കുഴി. ഇത് നിങ്ങളുടെ ഈ വാർഡ് മെമ്പറെ അടക്കം ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണോ? പൊന്നെടുത്താങ്കുഴി വാർഡ്. ഈ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, പഞ്ചായത്ത് അംഗമുണ്ടല്ലോ, അവരോടൊക്കെ ഈ വിഷയം സംസാരിച്ചിരുന്നോ? ഈ വിഷയം സംസാരിച്ചിരുന്നു. ഇലക്ഷന് വേണ്ടി മാത്രമാണ് ഈ മല അയാൾ കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഈ മലയുടെ താഴെ അറ്റം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരെ അങ്ങ് താഴേക്ക് വിളിക്കാറാണ് പതിവ്. അവിടേക്ക് വരാറില്ല അല്ലേ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇലക്ഷന് വന്നത് തന്നെയാണ്. ഈ അവിടേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ, ശുദ്ധമായ വെള്ളം എത്തിക്കണമെങ്കിൽ എന്താണ് ഒരു പദ്ധതിയായിട്ടുള്ളത്, നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്താണുള്ളത്? ഇടയ്ക്ക് ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു, കുഴൽ കിണർ അടിച്ച് മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മോട്ടർ കേടായി. അതിനുശേഷം ഇന്നേ വരെ അവർ അതിനുള്ള നടപടിയൊന്നും എടുത്തിട്ടില്ല. അത് പഞ്ചായത്ത് ഇടപെട്ട് പഞ്ചായത്ത് അംഗമടക്കം നേതൃത്വം നൽകി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ പഞ്ചായത്ത് അംഗം ആരാണ് സുമി അവിടുത്തെ? ലിജു സാമുവേൽ. ഓക്കെ, അദ്ദേഹമായി ഒന്നുകൂടി സംസാരിക്കുക, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് നോക്കുക. സംസാരിച്ചായിരുന്നു സാർ, ഇതേപോലെ ന്യൂസിൽ കംപ്ലൈന്റ് ചെയ്യൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ സംസാരിക്കാം എന്നല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഏതായാലും ഈ വിഷയം ആ അംഗത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. സുമിയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ പ്രൊഡക്ഷൻ ടീം ശേഖരിക്കും. ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കാൻ കേട്ടോ. ഏതായാലും കുടിവെള്ളം കിട്ടാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നന്ദി സുമി, ഈ വിഷയം ഏതായാലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന്. ഏതായാലും കുടിവെള്ള പ്രശ്നമാണ് സുമി ഒരു വിഷയമായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തീർക്കും വീണ്ടും കേരളത്തിന്റെ സ്വന്തം ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് വീണ്ടും സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ യൂട്യൂബിൽ ചോദിക്കുന്ന ഒരു കാര്യം ഈ അരക്കൊമ്പന്റെ ആരോഗ്യനില എങ്ങനെയാണെന്നതുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഇന്നലെ ചീഫ് വെറ്ററിനറി സർജനായ ഡോക്ടർ അരുൺ സക്കറിയ 24 പറഞ്ഞിരുന്നു. ഇപ്പോഴും ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരമാണ്. അരിക്കൊമ്പൻ തുറന്നുവിട്ട മേഖലയുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് GPS കോളറിൽ നിന്ന് ലഭ്യമാകുന്ന സിഗ്നലുകൾ സൂചിപ്പിക്കുന്നു. നമ്മളടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരത്തെ മലയോര മേഖലയായ ചെറിയ കുന്നിയിൽ കുറച്ചു കാലമായി ഒരു പ്രശ്നമുണ്ട്. അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കരടിയെ കണ്ടെത്തിയ വെള്ളനാടിന് സമീപത്തുള്ള പ്രദേശമാണ്. ജീവിയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടിലേക്ക്. വെള്ളനാട് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കരടി വീണ് ചത്തിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ചെറിയ കുന്നിയിലും ഒരു കരടിപ്പേടി ഇപ്പോഴുണ്ട്. സമാനമായ രീതിയിൽ കോഴികളെ പിടിക്കുന്ന ഒരു അജ്ഞാത ജീവി ഇവരുടെ ഉറക്കം കെടുത്തിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. 3 ചുറ്റിനും മലകളാലും പാറക്വാറികളാലും കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശമാണ് ചെറിയ കുണ്ണി. കഴിഞ്ഞ 2 ആഴ്ചയായി ഇവിടുത്തെ ജനങ്ങൾ ഒരു ഭയത്തിലാണ് കഴിയുന്നത്. ചെറിയ കുണ്ണി സ്വദേശി പ്രമോദിന്റെ വീട്ടിലെ 14 കോഴികളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. രാവിലെ ഒരു 5 മണിയായപ്പോൾ ഞാൻ ഇതാണ്ട് ഈ ഡോറ് തുറന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരു കോഴി ഇവിടെ നിൽക്കുന്നത്. കാരണം തലേദിവസം കൂടടച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ വൈഫിൻ്റെ വിളിച്ച് ചോദിച്ചു കൂടടച്ചില്ലേന്ന്. അടച്ചെന്ന് പറഞ്ഞ് പുറകെ ചെന്ന് നോക്കിയപ്പോഴാണ് മൊത്തം 14 കോഴി ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട്. ബാക്കി അവിടെ ചെന്ന് അസ്ഥി, അതായത് ഇതിൻ്റെ എല്ല് മാത്രമേ ഉള്ളൂ. എല്ല് മാത്രം അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കാൽപാദം എടുത്തപ്പോൾ വലിയ കാൽപാദം വരുന്നവൻ എന്ന് പറഞ്ഞ് പിന്നെ ഫോറസ്റ്റിനെ അറിയിച്ചു. പിന്നാലെ പലയിടത്തും അജ്ഞാത ജീവിയെ കണ്ടെന്ന അഭ്യൂഹം പരന്നു. പട്ടിക്കടുവയോ വള്ളിപ്പുലിയോ ആകാമെന്നതായിരുന്നു ആദ്യ സംശയം. എന്നാൽ കണ്ടവരിൽ ചിലർ മുഖം നീണ്ട ജീവിയെന്ന് പറഞ്ഞതോടെ കരടിയെന്ന സംശയം ബലപ്പെട്ടു. വെള്ളനാട് കരടി കിണറ്റിൽ വീണതുൾപ്പെടെ സംശയം ബലപ്പെടുത്തി. ഈ തൊട്ടടുത്ത് കരടി ഇറങ്ങിയ ഇതായതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയം. അന്നും കോഴിയെ പിടിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ കിണറ്റിൽ വീണത്. അതുകൊണ്ട് ഇതേപോലെ കോഴി പിടിച്ച് ഇത്രയും കോഴിയൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവർക്കൊരു വലിയ കാൽപാദവും കാര്യമൊക്കെ ആയിരുന്നുകൊണ്ട് വനം വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പ്രദേശമാകെ പരിശോധന നടത്തി വരികയാണ്. രാത്രികാല പരിശോധനകളും നടന്നു വരുന്നു. ജീവിയുടെ സാന്നിധ്യമുള്ളയിടത്ത് ട്രാപ്പിംഗ് ക്യാമറയും കൂടും സ്ഥാപിക്കാനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്. കരടിയാണോ പുള്ളിപ്പുലിയാണോ വള്ളിപ്പുലിയാണോ എന്നൊക്കെ സ്ഥിരീകരിക്കേണ്ടത് വനം വകുപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക, ഉറങ്ങാനുള്ള അവരുടെ സ്വാതന്ത്ര്യം. അതെത്രയും പെട്ടെന്ന് കണ്ടെത്തി വനം വകുപ്പ് ഏത് ജീവിയാണെന്നുള്ള കാര്യം ഉറപ്പിക്കണം. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാരുടെ ആശങ്കയാണ് അകലേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ അവർക്ക് പ്രതികരിക്കാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഏത് ജീവിയാണെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും നാട്ടുകാർക്കില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമായിട്ട് ഏത് ജീവിയാണെന്ന് കാൽപ്പാട് വെച്ചിട്ട് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്.
കരടി കണ്ടതുകൊണ്ട് കരടിയാണെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടവരാരും കരടി എന്ന് പറഞ്ഞാൽ നല്ല ചുണ്ട് നീളമുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നുണ്ട്. പേടിക്കാതിരിക്കാൻ പറ്റൂലല്ലേ. നമ്മൾ അവരൊക്കെ പറയണ കരടിയാണെന്ന് ഞങ്ങളും അതിനെ വിശ്വസിക്കണത്. നമ്മൾ അല്ലാതെ ആരും വെറുതെ പറയില്ലല്ലോ. പേടിയുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്. അല്ല, പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പിള്ളേരൊക്കെ ഇല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയക്കാതിരിക്കാൻ നോക്കില്ലല്ലോ. അവർ നമ്മളെ വീട്ടിൽ നിന്ന് അത്രയും വെളി ഇറങ്ങൂല. പേടി കാരണം വെളി അത്രയും വെളി ഇറങ്ങൂല. കരടി വന്നെന്നും പറയുന്നു, പുലി വന്നെന്നും പറയുന്നു. ഞാൻ വിചാരിക്കുന്ന കരടി എന്നാണ്. പേടി എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ പേടി കാണാതിരിക്കുമോ? ഇങ്ങനെ ഒരു ജീവി ഇറങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പേടി കാണും. കുമ്പളമൂട് ഈട്ടിയിൽ അവിടെ വെച്ചും കണ്ടവരുണ്ട്. മൈലാം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കയറി പോകുന്നതും കണ്ടവരുണ്ട്. കരടിയ ഭയത്തോടെയാണ് റോഡിൽ നടക്കുന്നത്. രാത്രിയൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അത് സർക്കാർ ഇതിൽ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ അത് കൊച്ചിയിലാണ് വന്നത്. അത് അഭിമാനകരവുമാണ്. പക്ഷേ ചെറിയ ചില പരാതികൾ ഉയരുന്നുണ്ട്. ഒരു റിപ്പോർട്ട് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വാട്ടർ മെട്രോയിൽ കയറി കൊച്ചി ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബോട്ട് യാത്രക്കാരുള്ള പശ്ചിമ കൊച്ചിയിൽ പ്രതിഷേധമുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ജെട്ടിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മട്ടാഞ്ചേരിയിൽ പണി തുടങ്ങിയതുപോലുമില്ല. ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചിയെ തഴഞ്ഞതിൽ ദുരൂഹത ഉണ്ട് എന്ന ആരോപണം ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതിനിടയിലാണ് പശ്ചിമ കൊച്ചിയിൽ നിന്ന് ചില വിമർശന ശബ്ദങ്ങൾ ഉയരുന്നത്. അതിൽ വസ്തുത ഏറെയുണ്ട്. ആദ്യ വാട്ടർ മെട്രോ സർവീസ് പശ്ചിമ കൊച്ചിയിൽ എന്ന ബോർഡ് ഇപ്പോഴും ഒരു സ്മാരകമായി മട്ടാഞ്ചേരിയിലുണ്ട്. ബോട്ട് ജെട്ടിക്കായി ഏറ്റെടുത്ത സ്ഥലം വെറുതെ കിടക്കുന്നു. പശ്ചിമ കൊച്ചിയുടെ യാത്രാ ദുരിതത്തിന് എന്ന് പരിഹാരം കാണുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കൊച്ചിയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിൽ. ഇതിപ്പോൾ കൊച്ചിയുടെ പേരിൽ പദ്ധതികൾ ഉണ്ടാക്കുക, എന്നിട്ട് കൊച്ചിക്ക് പുറത്തു കൊണ്ടുപോയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി മെട്രോ ജെട്ടിയാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പുറകെ കാണുന്നത്. പണി തീർന്നിട്ടില്ല. മട്ടാഞ്ചേരി ജെട്ടിയുടെ പണി പോലും തുടങ്ങിയിട്ടില്ല. കൊച്ചിയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ജനപ്രതിനിധികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഭരണാധികാരികളും പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ രീതിയിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല. പശ്ചിമ കൊച്ചിയിൽ 2 ബോട്ട് ജെട്ടികളാണ് തീരുമാനിച്ചിരുന്നത്. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും. മെട്രോ ആവശ്യപ്പെട്ട സ്ഥലം വിട്ടു നൽകി. എന്നാൽ ഫോർട്ട് കൊച്ചിയിൽ വാട്ടർ മെട്രോ ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം നിലച്ചിട്ട് മാസങ്ങളായി. മട്ടാഞ്ചേരിയിൽ പണി പോലും ആരംഭിച്ചിട്ടില്ല. ഒരു കരാറുകാരൻ അതിപ്പോൾ ടെൻഡർ ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ നോക്കി, അതിൻ്റെ കാര്യങ്ങൾ നോക്കി, അതിനുശേഷം ടെൻഡറിൽ പോയി ബിഡിൽ പങ്കെടുത്ത് എഗ്രിമെൻ്റ് വെച്ച് 7 കോടി ചില്ലറ രൂപ വാങ്ങി അതിനുശേഷം നിർമ്മാണ സാമഗ്രികൾ ഇറക്കി ഒരു സുപ്രഭാതത്തിൽ രാത്രി ഇതെല്ലാം അയറ്റി കൊണ്ടുപോയി. ഒരു ചരിത്രം ഉറങ്ങുന്ന മട്ടാഞ്ചേരി, അല്ലെങ്കിൽ ഇപ്പോൾ ചരിത്രമല്ല, ഇവിടുത്തെ വികസനമെല്ലാം ഉറങ്ങിപ്പോയി. പശ്ചിമ കൊച്ചിയിൽ നിന്നും ഐലൻഡിലേക്ക് നിരവധി പേരാണ് പ്രതിദിനം യാത്ര ചെയ്യുന്നത്. ബസ് സർവീസുകൾ പേരിനു മാത്രം. വാട്ടർ മെട്രോ വിപുലീകരിച്ചാൽ പശ്ചിമ കൊച്ചിയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. ടൂറിസം മേഖലയ്ക്ക് കരുത്തും. ഒരു കാലത്ത് കര, ജല, വായു ഗതാഗത സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിടമാണ് പശ്ചിമ കൊച്ചി, പ്രത്യേകിച്ച് മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങൾ. എന്നാൽ ഇന്ന് അവിടുത്തുകാർ നഗരത്തിലേക്ക് എത്താൻ വലിയ യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ മെട്രോ വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തുകാർ ഉള്ളത്. ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കൊച്ചിയിൽ നിന്ന് അലോഷിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിലെ ബോട്ട് യാത്ര എന്നാൽ അത് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടുന്നതാണ്. കാണാം പഴയ കൊച്ചിയിലെ ജനതയുടെ പ്രതികരണം. പലവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട് വാട്ടർ മെട്രോയുടെ എവിടെയാണ്. അവരെ ആ പണി നടന്നിട്ടിരിക്കുന്ന ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ഇതുവരെ പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പൂർത്തീകരിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കും എന്നുള്ളതും ഇനിയും ആളുകൾ പിടിക്കും. ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വലിയ വാട്ടർ മെട്രോ ആണ് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
വേറെ എവിടെയോ കൊണ്ടൊരു മെട്രോ ബോട്ട് ഓടിച്ചിട്ട് ബെഡ്ഡികളാക്കുന്ന രീതിയിലാണ് എന്നീ കാണിച്ചുകൊണ്ടിരുന്നത്. ഈ അവഗണന ജനങ്ങളോട് നിങ്ങൾ ചെയ്യരുത്. പകുതി വെച്ച് നിർത്തലാക്കിയ ഈ വാട്ടർ മെട്രോയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കാതെ സർക്കാർ ഇതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം. ലോകത്തുള്ള എമ്പാടുമുള്ള ആളുകൾ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊച്ചി. ഈ കൊച്ചിയിലെ ഈ വാട്ടർ മെട്രോ വരെ നിലവിൽ വരാത്ത സാഹചര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ മെട്രോ ഒരു പ്രഹസനം മാത്രമായിട്ട് ആളുകൾക്ക് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്കാണ്. നമ്മൾ ഇനിയൊരു പ്രേക്ഷക പ്രതികരണത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് നിന്ന് വിശ്വനാഥനാണ് ടെലിഫോണിൽ എത്തിയിട്ടുള്ളത്. നമസ്കാരം വിശ്വനാഥൻ, പറയൂ, എന്താണ് പ്രശ്നം? ഞങ്ങളിവിടെ പാലക്കാട് ജില്ലയിൽ പഞ്ചായത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അഞ്ചുമൂല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഗേറ്റ് വരെ, പാലത്തറ ഗേറ്റ് വരെ ആ റോഡ് ഭയങ്കര ഇടങ്ങറാണ്. അത് കുറെ കാലമായി കിടക്കൽ തുടങ്ങിയിട്ട്. ആരോട് ചോദിച്ചാലും ഒന്നിനും ഒരു നാക്കുമൂക്കൊന്നും ഇല്ല. അതപ്പം ശരിയാവുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ആരോടും ഇപ്പൊ ഇതൊരു കംപ്ലൈന്റ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പറയാം. ജനങ്ങൾ മുഴുവനെ ഈ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ആശുപത്രി കേസിന് ഇപ്പൊ ഈ കാരമ്പത്തൂര്, നാടുപറമ്പ് അങ്ങനെ ഭാഗത്ത് നിന്ന് പട്ടാമ്പിക്ക് ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഗേറ്റ് കടന്നിട്ട് വേണം പോകാൻ. ഈ ഗേറ്റ് കടക്കുന്നത് വരെ ആകെ ഒരു 2 കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് താണ്ടി എത്തുമ്പോഴേക്കും മണിക്കൂർ ആവും. അത് കാരണം ജനങ്ങൾക്ക് മൊത്തം. ചേട്ടാ, ഈ റോഡ് ഇത് ആരുടെ കീഴിലുള്ളതാണ്? PWD ആണോ അതോ മറ്റാരെങ്കിലും ആണോ ഇതിന്റെ മേൽനോട്ടമുള്ളത് ഈ റോഡിന്റെ? PWD ആണോന്ന് സംശയം ഉറപ്പ് പറയ്ക്ക് വയ്യ. കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു ഇതല്ല. നമ്മൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഒരു പൊതുപരിപാടി എന്നുള്ളൊരു നിലയ്ക്കൊരു വിഷമം പറഞ്ഞതാണ്. തീർച്ചയായും അത് ഒരു വിഷയമാണ്. തീരുടെ മുൻപിലേക്ക് ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുകയാണ്. അത് നല്ല റോഡ്, അവിടെ നല്ല റോഡിലൂടെ സഞ്ചരിക്കാനുള്ളത് ആ ജനതയുടെ അവകാശമാണ്. ഏതായാലും ആ നിലയ്ക്ക് അവിടെ ഒരു സൗകര്യമില്ല എന്നാണ് ഇപ്പോൾ വിശ്വനാഥൻ എന്ന പ്രേക്ഷകൻ അറിയിച്ചിരിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം നമ്മൾ കൊണ്ടുവരികയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു നമ്മൾ. ഇന്നും ഒരു ആംബുലൻസ് അപകടത്തിൻ്റെ വാർത്തയുമായാണ് നേരം പുലർന്നത്. പോയ മാസങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ അകാല മരണങ്ങൾക്ക് കാരണമാകുന്നത് റോഡ് അപകടങ്ങളാണ്. ഇക്കഴിഞ്ഞ ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ 3 മാസം മാത്രം ദിവസം ശരാശരി 11 പേർ വീതമാണ് വാഹന അപകടങ്ങളിൽ മരിക്കുന്നത്. ഏറെയും അമിത വേഗം മൂലമുള്ള അപകടങ്ങളാണ്. എക്സ്പ്ലെയിനറുമായി പ്രജിൻസി കണ്ണൻ എത്തുന്നു. അപകടങ്ങളുടെ കണക്ക് നോക്കാൻ തയ്യാറായാൽ മലയാളി പിന്നെ റോഡിൽ ഇറങ്ങാൻ തന്നെ ഭയക്കും. അപകട കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായാൽ വണ്ടി ഓടിക്കും മുൻപ് പേടിക്കും. ദേശീയപാതയിൽ AI ക്യാമറകൾ വച്ചതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ അപകടങ്ങൾ. അത് ഇനി പറയുന്ന വസ്തുതകളിൽ നിന്ന് വ്യക്തമാവും. ആദ്യം ഈ വർഷം ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ ഉണ്ടായ അപകടങ്ങളുടെ കണക്കിലേക്ക്. 12,539 അപകടങ്ങളാണ് ഈ 3 മാസം മാത്രം ഉണ്ടായത്. ഒരു മാസം 4,200-ലേറെ അപകടം. ദിവസവും ശരാശരി 136 അപകടങ്ങൾ. ഈ അപകടങ്ങളിലെ മരണം 1075, പരിക്കുപറ്റിയത് 14,364 പേർക്ക്. ദിവസവും ശരാശരി 160 പേർക്ക് വീതം പരിക്കേൽക്കുന്നു. ഇത് ഈ വർഷത്തെ ആദ്യം 3 മാസത്തെ മാത്രം കണക്കാണെങ്കിൽ മുൻപുള്ള 5 വർഷങ്ങളിലെ എണ്ണം കൂടി നോക്കാം. 2018 40,281 അപകടങ്ങളിലായി 4,303 മരണം. 2019 41,211 അപകടങ്ങളിലായി 4,440 മരണം. 2020 27,877 അപകടങ്ങളിൽ 2,979 പേരും 2021 33,296 അപകടങ്ങളിലായി 3,429 പേര് മരിച്ചു. ഈ 2 വർഷങ്ങളിലെ അപകടങ്ങളും മരണവും കുറയാൻ ഒരു കാരണമേയുള്ളൂ. അത് കോവിഡ് ലോക്ക്ഡൌൺ ആണ്. 2022 എത്തിയപ്പോഴേക്കും എന്നാൽ ഈ സ്ഥിതി പഴയതുപോലെയായി. 43,910 അപകടങ്ങളിലായി 4,317 പേരാണ് മരിച്ചത്. ജീവിതം മാത്രമല്ല, ജീവനഷ്ടവും പഴയപടിയായ വർഷമാണ് 2022 എന്നാണ് ഈ കണക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഇനി എന്താണ് ഈ അപകടങ്ങളുടെ കാരണം എന്ന് നോക്കാം. 2,514 മരണങ്ങൾക്കും കാരണമായ 2,387 അപകടങ്ങളുടെയും കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണ്. അമിത വേഗവും പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും വെട്ടിത്തിരിയലും ഒക്കെയാണ് ആ കാരണങ്ങൾ. മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമുണ്ടായ 619 അപകടങ്ങൾ കൂടി ഈ ഗണത്തിൽപ്പെടുത്താം. അതുവഴി 648 പേർ കൊല്ലപ്പെട്ടു. റോഡിന്റെ തകരാറ് മൂലം 11 അപകടവും 11 മരണവും എന്നാണ് പോലീസിന്റെ കണക്ക്. തെരുവുമൃഗങ്ങൾ വട്ടം ചാടിയതിനാൽ അപകടം 31,
മരണം 31. മദ്യപിച്ച് വാഹനം ഓടിച്ചത് മൂലമുണ്ടായ അപകടം 28, മരണം 33. വാഹനത്തിന്റെ തകരാറ് മൂലം 9 അപകടവും 9 മരണവും. മഴയത്ത് നിയന്ത്രണം വിട്ടതുകൊണ്ടും മഞ്ഞുവീഴ്ച മൂലമുണ്ടായ അപകടങ്ങളിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഫോണിൽ സംസാരിച്ച് വാഹനമോടിച്ച് കഴിഞ്ഞ വർഷം 6 അപകടങ്ങളിലായി 6 മരണവും ഉണ്ടായി. ഓടിക്കുന്നവരുടെ അശ്രദ്ധ തന്നെയാണ് പോയ വർഷം 3000-ലേറെ ജീവനും എടുത്തത്. ഇനി നോക്കാം എവിടെയാണ് കൂടുതൽ അപകടവും മരണവുമെന്ന്. ദേശീയപാതകളിൽ 9576 അപകടങ്ങളിൽ 1229 മരണം. സംസ്ഥാന പാതകളിൽ അത് 9441 അപകടവും 986 മരണവും. ഇനി മറ്റു പാതകളിലെ അപകടങ്ങളുടെ എണ്ണം നോക്കാം. അത് 24,893 അപകടങ്ങളും 2202 മരണവുമാണ്. ദേശീയപാതകളിൽ വയ്ക്കുന്ന ക്യാമറകൾ കൊണ്ട് മാത്രം അപകട നിരക്ക് കുറയില്ല. അതിന് ഡ്രൈവർമാർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക തന്നെ വേണം. കാരണം അപകടവും മരണവും കൂടുതൽ ഉണ്ടാകുന്നത് ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും അല്ല, അത് പഞ്ചായത്ത് നഗരസഭാ റോഡുകളിലാണ്. ഇനി കൂടുതൽ അപകടം ഉണ്ടാകുന്ന സമയം നോക്കുക. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെയുള്ള സമയത്താണ്. 2312 അപകടങ്ങളിൽ മരണം 213. രാത്രി 9 മുതൽ 12 വരെ മരണം 181. രാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ 64 മരണം. ഉറങ്ങി വണ്ടി ഓടിക്കുന്നത് മൂലമുള്ള അപകടങ്ങളെക്കാൾ കൂടുതലാണ് വൈകിട്ട് ജോലി സമയം കഴിഞ്ഞ് സംഭവിക്കുന്നത്. പരക്കം പാച്ചിലും അമിത വേഗവും തന്നെയാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഈ കണക്കുകളെല്ലാം അത് വ്യക്തമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് റോഡിൽ വീണ് മരിച്ചവരുടെ എണ്ണം 20,515 എന്ന് മാത്രം ഓർത്തു നോക്കുക. ഇത് കൊച്ചു കേരളത്തിന് താങ്ങാൻ കഴിയുന്ന സംഖ്യയാണ്. പൊതുജനം കഴുതയല്ല സാർ. ഓരോ അപകടവും ഉണ്ടാകുമ്പോൾ അനുശോചനം രേഖപ്പെടുത്തി അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ഇടപെടലുകൾ. സ്വയം വാഹനമെടുക്കുമ്പോൾ സുരക്ഷിത ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള പാഠങ്ങൾ ഓർമ്മയുണ്ടാകണം. നമ്മുടെ മാത്രമല്ല, വണ്ടിയിൽ ഇരിക്കുന്നവരുടെയും വഴിയിൽ ഇറങ്ങുന്നവരുടെയും ജീവൻ നമ്മുടെ കയ്യിലാണ് എന്ന ബോധമുണ്ടാകണം. പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. മെയിന് നമ്മൾ ശ്രദ്ധിക്കാത്ത പ്രശ്നങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ കുറേ അതിന് മാറ്റങ്ങളുണ്ടാവും. പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവർക്കും തിരക്കാണ്. ഒരു മിനിറ്റ് പോലും ആർക്കും ഒഴിവില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആരും എന്തായി വീട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. വേഗത ഒരു പ്രധാന കാരണം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപുലപ്പെടുത്താത്തതും ഒരു അപകട സാധ്യത ഉളവാക്കുന്ന ഒരു സാധനം തന്നെയാണ്. അമിത വേഗത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പുറത്ത് പോയ സമയത്ത് തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര പോയി. അപ്പോൾ അവിടെ നമുക്ക് നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത വേഗം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ളൊരു സൗകര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡുകളൊക്കെ പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമാണോ അതോ ഇനി റോഡിൻ്റെ നിർമ്മാണത്തിൽ വരുന്ന അപാകതകളൊന്നും അറിയില്ല. പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അപകടം കൂടാൻ കാരണമായി വരുന്നുണ്ട്. വേഗത ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ക്യാമറകളും കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മളും അനുസരിച്ച് പിന്നെ തയ്യാറാവണം. വേഗത ഒരു പ്രശ്നം തന്നെയാണ്. വേഗത പ്രശ്നം തന്നെയാണ്. വേഗത കൂടുതലാണ്. പക്ഷേ റോഡിൻ്റെ കാര്യം നോക്കുമ്പോൾ പല റോഡും നല്ല കോലത്തിലല്ല റോഡും. അപ്പോൾ അപകടം കൂടും. പിന്നെ സ്പീഡും കുറക്കണം. 100-110 അധികം ആൾക്കാരും പോവുക. അമിത വേഗത ഒരു കാരണമാണ്. അതേപോലെ തന്നെ റോഡ് വാഹനങ്ങൾ ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർധനനുസരിച്ച് റോഡിൻ്റെ വിശാലത വർദ്ധിക്കണില്ല. അതും കാരണമാണ്. റോഡ് അപകടങ്ങൾക്ക് അമിത വേഗത മാത്രമല്ല കാരണമായിട്ടുള്ളത്. അതിൽ റോഡിൻ്റെ ഇന്നത്തെ ശോചനീയമായിട്ടുള്ള അവസ്ഥകൾ ഒരു പ്രധാന കാരണങ്ങളാണ്. കാരണം ഇന്നത്തെ പല ഭാഗങ്ങളിലും റോഡിൻ്റെ അവസ്ഥകൾ വളരെ മോശമാണ്. അത് അപകടങ്ങൾക്ക് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. പിന്നെ അശ്രദ്ധമായ ഡ്രൈവിങ്, അതൊക്കെ മറ്റു കാരണങ്ങളാണ്. ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണം പല വിഷയങ്ങളായി പുറത്തു വരുന്നു. ഇപ്പോൾ സുലൈമാൻ അബ്ദുൽ ഖാദർ എന്ന പ്രേക്ഷകൻ പറയുന്നത്, ഈ വർഷം അപകട വാർത്തകളുടെ പെരുമഴയാണല്ലോ, ഒരു ബോധവൽക്കരണം കൊടുക്കാമെന്നുള്ളതാണ്. ഈ വാർത്തകൾ നൽകുന്നത് തന്നെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുമല്ലോ. അതോടൊപ്പം തന്നെ റേഷൻ കടയുടെ വിഷയം, ഒപ്പം റോഡിലൂടെ സുരക്ഷിതമായ രീതിയിൽ വാഹനം ഓടിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ
ശുദ്ധജലം, വെളിച്ചം, സഞ്ചാരയോഗ്യമായ റോഡ്, ഇതൊക്കെ ജനങ്ങളുടെ അവകാശമാണ് എന്നതടക്കം വിവിധ പ്രതികരണങ്ങൾ നമ്മൾ നൽകിയ പല വാർത്തകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ സ്വന്തം ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് വീണ്ടും എത്തുമ്പോൾ നമ്മളിനി പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലേക്കാണ്. നഗരങ്ങളിൽ സാധാരണ ബൈപ്പാസുകൾ പണിയുന്നത് ഗതാഗത കുരുക്ക് അഴിക്കാനാണ്. എന്നാൽ ബൈപ്പാസുകൾ കൊണ്ട് ഗതാഗതം മുടങ്ങിയാലോ? സംഭവം തിരുവല്ലയിലാണ്. നഗരത്തിലെ കുരുക്കിൽ കിടന്ന് ബൈപ്പാസിലെത്തിയാൽ അവിടെ കുരുക്കുമാലയാണ് എന്ന് നാട്ടുകാർ. ഓരോ 200 മീറ്ററിലും എന്നതുപോലെ സ്ഥാപിച്ച സിഗ്നലുകളാണ് കുരുക്ക് മുറുക്കുന്നത്. നാടിന് ഗുണകരമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ നാടിനെങ്ങനെ തലവേദനയായി മാറിയെന്നതിന് ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ തിരുവല്ല ബൈപ്പാസ്. എങ്ങനെയെല്ലാമാണ് തിരുവല്ലക്കാർക്ക് ഈ ബൈപ്പാസ് ഇപ്പോൾ ഗുണമല്ലാതായി തീർന്നതെന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് തിരുവല്ല. വേഗത്തിൽ വളരുന്ന തിരുവല്ലയുടെ യാത്രാവേഗം കൂട്ടാനാണ് രാമൻചിറയിൽ നിന്ന് ബൈപ്പാസ് നിർമ്മിച്ചത്. കുരുക്കിൽ കുടുങ്ങാതെ തിരുവല്ലയ്ക്ക് പുറത്തെത്താമെന്നതായിരുന്നു ബൈപ്പാസിൻ്റെ പ്രത്യേകത. എന്നാൽ ബൈപ്പാസ് പണി തീർന്നതോടെ തിരുവല്ല നഗരത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഗതാഗത കുരുക്കാണ് ബൈപ്പാസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ 200 മീറ്റർ കഴിയുമ്പോഴും സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നലുകളാണ് ബൈപ്പാസിലെ ഗതാഗത കുരുക്കിൻ്റെ പ്രധാന കാരണം. നിലവിൽ ഒരു സിഗ്നലിൽ നിന്ന് കാത്തുനിന്ന് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് തെളിയും. 6 സിഗ്നലുകളും ഇങ്ങനെ കടന്ന് ബൈപ്പാസ് കടക്കാൻ കൂടുതൽ സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. സിഗ്നലിൽ പോകുന്ന സമയം തിരികെ കിട്ടാൻ വാഹനങ്ങൾ അമിത വേഗത എടുക്കുന്നത് മൂലം അപകടങ്ങളും ബൈപ്പാസിൽ പതിവാണ്. മന്ത്രി ചിഞ്ചു റാണിയും 1 വർഷം മുമ്പ് തിരുവല്ല ബൈപ്പാസിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബൈപ്പാസ് കൊണ്ട് തിരുവല്ലയിലെ പൊതുസമൂഹത്തിന് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ഈ 2.something ഉള്ള കിലോമീറ്ററിനുള്ളിൽ 6 സിഗ്നലുകളോളം കടന്നു വേണം, ബൈപ്പാസിൽ കൂടെ കടന്നു വേണം ദൂരെ യാത്രയ്ക്ക് പോകേണ്ടത്. അപ്പോൾ 6 സിഗ്നൽ കടന്നു വരുമ്പോഴേക്ക് യാത്രക്കാരുടെ സമയം പോകുന്നതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ ഒരു കാര്യങ്ങളിലും ഈ ബൈപ്പാസിന് വേണ്ടി രൂപകൽപ്പനയിൽ കടന്നു വന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ബൈപ്പാസ് മുത്തൂർ ജംഗ്ഷനിൽ കൊണ്ട് ചാടിക്കുന്ന രീതിയിലുള്ള ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നഗരത്തിന് ഇത്രയും ഗതാഗത കുരുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. നാടിന്റെ നല്ലതിനു വേണ്ടി തുടങ്ങിയ പദ്ധതി ഇപ്പോൾ തലവേദനയാണെന്നാണ് തിരുവല്ലക്കാർ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ തോന്നിയവാസം അനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കിയാൽ ഇങ്ങനെയിരിക്കുമെന്നും നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു. യാഥാർത്ഥ്യത്തിൽ ഇതിനെ ബൈപ്പാസ് എന്ന് തിരുവല്ലക്കാർ വിളിക്കില്ല. 5 സിഗ്നലുമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഉദ്ഘാടന സമയത്ത് മല്ലപ്പള്ളിയിലോട്ട് തിരിയുന്ന ഭാഗത്ത് ആദ്യ ദിവസം തന്നെ ഒരു ആക്സിഡൻറ്റ് തുടങ്ങിയതാണ്. ഇന്നലെ ഞങ്ങൾ തിരുവല്ലക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയായി ഇതിനകത്ത് ഇറങ്ങി വണ്ടി ഓടിക്കാൻ തന്നെ. നിങ്ങൾക്കറിയാം, ചിഞ്ചുറാണി ബഹുമാനമായ മന്ത്രിയുടെ വണ്ടി വരെ ഈ ബൈപ്പാസിൽ അപകടത്തിൽപ്പെട്ടതാണ്. തുടർച്ചയായി എന്നും രാവിലെ മുതൽ വൈകിട്ട് വരെയും ആക്സിഡൻറ്റ്. ഇത് കണ്ട് ഞങ്ങൾ മടുത്തു. ഇത് യാഥാർത്ഥ്യബോധമില്ലാതെ, എനിക്കറിയത്തില്ല ഇത് ബൈപ്പാസ് ആണോ, തിരുവല്ലക്കാർ ഇതിനെ ബൈപ്പാസ് എന്ന് വിളിക്കരുത്. അപകടങ്ങൾ ബൈപ്പാസിൽ തുടർക്കഥയായിട്ടും ബൈപ്പാസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ബൈപ്പാസിൽ കയറി മറുകര എത്തുന്നതിനേക്കാൾ നല്ലത് തിരുവല്ലയിലെ തിരക്കിലൂടെ കടന്നു പോകുന്നതാണെന്നാണ് അനുഭവസ്ഥരായ യാത്രക്കാർ ഇപ്പോൾ പറയുന്നത്. പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അത് കണ്ണു തുറന്ന് കാണേണ്ട ഉദ്യോഗസ്ഥരാരും ബൈപ്പാസിലേക്ക് നോക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. വഴിമുടക്കി ലൈറ്റുകൾ ഇങ്ങനെ മധ്യ കേരളത്തിൽ പലയിടത്തുമുണ്ട്. ബൈപ്പാസ് പണിയുന്നതിനോടൊപ്പം ഓരോ കരക്കാരും സ്വന്തം വഴിയും ക്രോസിങ്ങിന് ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. 200 മീറ്റർ മാറി അപ്പുറത്ത് ഒരു വഴി പൊതുവായി ഉപയോഗിച്ചാൽ പോരെ എന്ന ചോദ്യമൊന്നും ഒരിടത്തും വിലപ്പോകാറില്ല. ഭൂമാഫിയകളുടെ താല്പര്യത്തിനനുസരിച്ചാണ് 100 കണക്കിന് ക്രോസിങ്ങുകൾ പണിയുന്നത്. കേൾക്കാം ജനങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ തിരുവല്ല ബൈപ്പാസിലെ അപകടവും ഈ ട്രാഫിക് സിഗ്നലും കാരണം എന്നെപ്പോലെയുള്ള നാനാവിധ ചെറുപ്പക്കാരും വണ്ടി കൊണ്ടിറങ്ങുന്നവർ മിക്കവരും തിരുവല്ല ടൗണിനെയാണ് ആശ്രയിക്കാറുള്ളത്. തിരുവല്ല ബൈപ്പാസ് ഞങ്ങൾ എന്നേ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ബൈപ്പാസാണ്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നിസാര ഓട്ടോ കവല വരെ പോകുന്നതിന് അത്ര നേരം ഇവിടെ ബ്ലോക്കാക്കി കിടക്കുക. ഇപ്പോൾ ഇതിനകത്ത് വലിയ സിഗ്നലുകൾ, ബൈപ്പാസിൻ്റെ അങ്ങ് സിഗ്നൽ തന്നെയാണെന്ന് പറഞ്ഞാൽ തന്നെ 4 സിഗ്നലുണ്ട്. അതിനേക്കാളും നല്ല ടൗണിൽ കൂടെ അങ്ങ് പോവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സിഗ്നൽ വീഴും. പിന്നെ അവിടെ ഒരു 10-15 മിനിറ്റ് ഒരു 100 സെക്കൻഡാണ്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പം വീഴും അവിടെ, ഇല്ലെങ്കിൽ അവിടെ ഒരു 100 സെക്കൻഡാണ്. അതുകൊണ്ട് നമ്മളെല്ലാം സ്ട്രെയിറ്റാണ് പോകുന്നത്. ഒരുപാട് സിഗ്നലാണ്, അതുകൊണ്ട് ഭയങ്കര താമസം ഉണ്ടാവുന്നത്.
അത് എല്ലാം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഒരു സിഗ്നൽ പോയി കഴിഞ്ഞ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ സിഗ്നലാണ്. ഇത് ഒരു കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ പരിപാടി വഴി ചലനമുണ്ടാക്കിയ മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട്ടെ പാർക്കുകൾ അടഞ്ഞു കിടക്കുന്നതിനെ കുറിച്ച് പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ അതിന് ഫലമുണ്ടാകുന്നു. അടച്ചിട്ടിരുന്ന നടക്കാവിലെ കേളപ്പജി പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പാർക്ക് നവീകരിക്കാനും തീരുമാനമുണ്ട്. മികച്ച സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള വിവിധ പാർക്കുകൾ അടച്ചിട്ട നിലയിലാണ്. ബീച്ച് റോഡിലെ ലയൺസ് പാർക്ക്, ചെറുട്ടി റോഡിലെ ഗാന്ധി പാർക്ക്, കാരപ്പറമ്പിലെ വക്ഭടാനന്ദ പാർക്ക് ഇവ പട്ടികയിലെ ചിലത് മാത്രം. കോവിഡ് കാലത്ത് അടച്ചിട്ടതാണ് പാർക്കുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും ഇവ പരിഹരിക്കുകയാണെന്നും കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ജനങ്ങൾ കയറി ഇറങ്ങാത്തതുകൊണ്ട് മാത്രമാണ് ശരിക്കും നമ്മുടെ പാർക്കുകൾ ഇതുപോലെ അധപ്പതിച്ച് പോയത്. പാർക്കൊക്കെ വൃത്തിയാക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. നല്ല സ്ട്രക്ചർ, നന്നായിട്ട് പണികളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. വൃത്തിയാക്കുക എന്നൊരു കാര്യവും കുറച്ചൊരു പെയിൻറ്റ് ചെയ്യുക, കുറച്ച് സൗകര്യങ്ങൾ കൂടി അവിടെ ചേർക്കുക പണ്ടത്തിൽ നിന്ന്, ഇത്രയേ ബാക്കിയുള്ളൂ. അത് ഘട്ടം ഘട്ടമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായി പൂട്ടി സീൽ ചെയ്ത നിലയിലായിരുന്ന കേളപ്പജി പാർക്ക് കഴിഞ്ഞ ദിവസം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അദാലത്ത് എന്ന് പറഞ്ഞപ്പോൾ വാർഡ് സെക്രട്ടറി തന്നെ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. കൊടുത്ത് 10 ദിവസം കഴിഞ്ഞ താമസം ഇത് ഓപ്പൺ ആവാനുള്ള ഉത്തരവും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. തുറക്കാനും നവീകരിക്കാനും ഇനിയുമുണ്ട് പാർക്കുകൾ. ഇവിടങ്ങളിലെ കളി ഉപകരണങ്ങളും റൈഡുകളും നശിക്കുന്ന അവസ്ഥയാണ്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള അടഞ്ഞുകിടക്കുന്നതും ശോചനീയാവസ്ഥയിലുമായ പാർക്കുകളുടെ കാര്യത്തിൽ 24-ന്റെ ഇടപെടലുണ്ടായിരുന്നു. ഇപ്പോഴിതാ നടക്കാവിലുള്ള കേളപ്പജി പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. അതിൽ 24-നും സന്തോഷമുണ്ട്. മറ്റു പാർക്കുകളുടെ കാര്യത്തിലും ഇതേ സമീപനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ മഹേഷ് കുമാറിനൊപ്പം സമീർ ബിൻ കരീം, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി കാണാം തുറന്ന പാർക്കിനെ കുറിച്ചും അടഞ്ഞു കിടക്കുന്നവയെക്കുറിച്ചും കോഴിക്കോട്ടുകാർക്ക് പറയാനുള്ളത്. കോർപ്പറേഷൻ നന്നാക്കുന്നുള്ള ഒരു തീരുമാനം എനിക്കില്ല. എന്നുവെച്ചാൽ 3 വർഷം 4 വർഷമായിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്. കോർപ്പറേഷൻ നന്നാക്കും എന്ന് പറയുന്നത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ പല അനാചാരങ്ങളാണ് നടക്കുന്നത്. ഇത് ആദ്യം മൂടിക്കെട്ടിക്കൊണ്ടിരുന്നു, ഇപ്പോൾ അതെല്ലാം പൊളിച്ചിട്ട് ആളുകൾ കയറി കൂടുന്നുണ്ട്. ഇപ്പോൾ ബീച്ചിൽ വന്നിട്ട് മക്കളായിട്ടൊന്നും എവിടെ ഇരിക്കാനുള്ള നല്ല ഇതിലൊരു സ്ഥലമൊന്നും കാണാനില്ല. ആദ്യം ഈ പാർക്കിലൊക്കെ വന്നാൽ നല്ല ഉഷാറായിരുന്നു, പിന്നെ നല്ല വൃത്തി ഉണ്ടായിന്, നല്ല പുല്ലൊക്കെ ആയിട്ട് നല്ല ഉഷാറായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ എല്ലായിടത്തും പ്ലാസ്റ്റിക്കും അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ബീച്ചിൽ വന്നാൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു ആദ്യം ഇവിടെ. നമ്മളിപ്പോൾ മൂത്ത കുട്ടി അവരൊക്കെ ചെറുതായപ്പോൾ നമ്മൾ ആദ്യം വന്ന ഇവിടെ. ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ബീച്ചിൽ ഇപ്പോൾ ഇങ്ങോട്ടിപ്പോൾ ഞാൻ കയറിപ്പോൾ നോക്കിയപ്പോൾ മൊത്തം മലിനമായി, മൊത്തം കീസ് അത് ഇത് ഒന്നിട്ടില്ല. പണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഫുള്ള് മൊത്തം നന്നായിട്ട് ഇവിടെ ഒട്ടാകെ കച്ചറായിട്ട് നിറഞ്ഞു കിടക്കാൻ കണ്ടില്ല. ഇത് കോർപ്പറേഷൻ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടാണ് പറയാനുള്ളത്. ഒരു 3.5 വർഷത്തോളമായി ഈ പാർക്ക് ഇങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ വരും, വെറുതെ കരഞ്ഞ് നമ്മൾ തിരിച്ച് കയറി പോകും കാറിൽ തന്നെ. അല്ലാതെ ഇവിടെ ഒരു മാറ്റം 3.5 വർഷമായി ഇതുവരെ വന്നിട്ടില്ല. അടഞ്ഞുകിടക്കുന്ന പാർക്കുകൾ തുറക്കട്ടെ, മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും പൊതുജനം കഴുതയല്ല സർ പരിപാടിയിലേക്ക് ഇനി കൂരായണം. സുഹൃത്തുക്കളെ, ഒരറിയിപ്പുണ്ട്. പൊതുജനങ്ങളോടുള്ള ചില ഉദ്യോഗസ്ഥരുടെ ചില സമീപനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ തെരഞ്ഞെടുപ്പ് അടുക്കാറായുണ്ടല്ലോ. സ്നേഹം, ജനങ്ങളോടുള്ള വെറും സ്നേഹം മാത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത CMA. തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നയാള് എന്തോ ഒരു കാരുണ്യത്തിന് അപേക്ഷിച്ച് വന്നതാണ് എന്നുള്ള മനോഭാവത്തോടെയല്ല കാണേണ്ടത്. ഉദ്യോഗസ്ഥര് കേട്ടല്ലോ അല്ലേ? ആ വരുന്നയാളുടെ അവകാശം നേടിയെടുക്കാനാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ അവകാശമാണത്. പൊതുജനങ്ങൾ അവകാശം നേടിയെടുക്കാനാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്നത് അല്ലേ? ഓക്കെ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായ സംഭവം അറിഞ്ഞല്ലോ അല്ലേ? രോഗികളെ മുതൽ മൃതദേഹം വരെ മനുഷ്യന്മാരെ ചുമന്നുകൊണ്ട് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഒമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ വാർത്ത കണ്ടപ്പോഴാണ് ഇതെന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ ആ കമ്പനിക്ക് തന്നെ ആയിരുന്നു അതിൻ്റെ കോൺട്രാക്ട്. ശരി. ഇപ്പൊ കമ്പനിക്കായ കുറ്റം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റിന്റെ അവസ്ഥ എല്ലാ കാലത്തും ഇതുപോലെ തന്നെയാണെന്നാണല്ലോ അപ്പൊ നാട്ടുകാർ പറയണേ. ഇതൊരു പുതിയ ലിഫ്റ്റ് എന്നുള്ളത് ഇവിടെ വളരെ ആവശ്യമാണ്. കാരണം 15 വർഷം പഴക്കമുള്ള ഒരു ലിഫ്റ്റ് ആണല്ലോ.
ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, വലിയ ഉപകാരം. CM അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ വരുന്നയാളുടെ അവകാശം നേടിയെടുക്കാനാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ അവകാശമാണ്. ആ അവകാശമാണ് അംഗീകരിച്ചു കൊടുക്കേണ്ടത്. ഔദാര്യവും കാരുണ്യവുമല്ല. ഒരു സേവനം ആവശ്യപ്പെട്ട് വരുമ്പോ ഉദ്യോഗസ്ഥൻ അത് ചെയ്തു കൊടുക്കണം. അത് ഔദാര്യമല്ല. പിന്നെ CM ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടാ. നമ്മള് സേവനം ആവശ്യപ്പെട്ട് പോകുമ്പോ അവിടെ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ എന്ത് ചെയ്യും? ഹൈ, ഇത്ര പെട്ടെന്ന് മറന്നോയാ? കോന്നി വില്ലേജ് ഓഫീസ് ടൂറ് എല്ലാരും ഒന്നിച്ചു പോയതേ ഓർമ്മ വന്നാ? ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. CM ഏതാനും ചിലരാണ് ഇത്തരത്തിൽ മാറുന്നത്. അവരെ തിരുത്തിക്കാൻ കൂട്ടായി ഇടപെടാനാവണം. തിരുത്തേണ്ടവരെ തിരുത്തണം, ശരി. പക്ഷെ പോലീസ് ഏമാമാരെയൊക്കെ സാധാരണക്കാരെ എങ്ങനെയാ തിരുത്താ? നിന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സാറേ എന്നെ പരിശോധിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്തപ്പോൾ പോക്കലിൽ എന്തൊക്കെയുള്ളതെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹെഡ്സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് എടുക്കാൻ വേണ്ടി പോക്കലിൽ കൈയിട്ട് ഒഴുകിയ സാറേ ലാത്തിക്ക് ഒരു ഒറ്റ അടിച്ചൊഴുകി മരവിച്ചു ഞാൻ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പോലീസ് വരുന്നു, പോക്കറ്റിൽ എന്താണെന്ന് ചോദിക്കുന്നു. യുവാവ് പോക്കറ്റിൽ തപ്പുന്നു, ഒന്നും കിട്ടിയില്ല. ഹെഡ്സെറ്റ് മാത്രം. ഓഹോ, കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടോ? ഒറ്റപ്പെടാ. എന്തിനാ സാറേ തല്ലിയെന്ന് ചോദിക്കുന്നു. വീണ്ടും ഒരു പെടാ. എന്തിനാ തല്ലണേ? വെറുതെ ഒരു മനസുഖം. ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. CM പറഞ്ഞ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്ത് അടിപൊളിയായിട്ടാണല്ലേ സാധാരണക്കാരോട് പെരുമാറുന്നത്. എൻ്റെ മോനിക്ക് കിട്ടി, അതേപോലെ മറ്റുള്ള മക്കൾക്ക് ഉണ്ടാകരുതെന്നുള്ളൊരു ഇതുണ്ട്. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് പോലീസുകാരുടെ അടി കൊള്ളാനല്ലല്ലോ. എവിടെ ഉദ്യോഗസ്ഥര് സാധാരണക്കാർക്ക് വേണ്ടി നിക്കണം എന്ന് ഉപദേശിക്കുന്ന കപ്പിത്താൻ ഇന്ത്യയെ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനൊരു വലിയ സംഭവം അല്ലേ? എല്ലാം പോട്ടെ, അറ്റ്ലീസ്റ്റ് സർക്കാർ ഓഫീസുകളിൽ പഞ്ചിങ് സിസ്റ്റം എങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ സാധാരണക്കാരുടെ ഉറങ്ങിക്കിടക്കുന്ന ഫയലുകൾക്ക് കുറച്ചെങ്കിലും ഉണർച്ചുണ്ടായേനെ. ആരോടും ദാക്ഷിണ്യം ഉണ്ടാവില്ല. അഴിമതി കാണിക്കുന്നവരോട് ഒരു ദയയും ഉണ്ടാകില്ല. ഇതാണ് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം. ഫയലുകൾ തീർപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രിക്ക് വയ്യാണ്ടായി. ശരിക്കും ഇരട്ടച്ചങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് 7 വർഷമായിട്ട് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുമായിരുന്നോ? ഓരോരോ അവസ്ഥകള്. ഊരായണം.